ഒരു ഇതൊക്കെ കോളേജ് കേസാ. പോയി എനിക്ക് ബസ് കാണാ തിരക്കിടില്ലല്ലോ. ബോർഡ്. ആഹാ ആഹാ, ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ നിർത്തിയിട്ടവൻ. ആഹാ, ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറടങ്ങാൻ. അതുണ്ട്. ഓ, ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്ച്? ഞാനാ. ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ, ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനൊരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ദേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. ദേ അവള് മിക്കവാറും വീഴും കേട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല, അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടെ ഒന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ? ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര്? ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. എന്താ ഇത്? സോഡ. അത് മനസ്സിലായി. എന്തായി കാണിക്കണേ? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ? ചിയേഴ്സ്. ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്, സംജാ? ഒഴിക്ക്, ഒഴിക്കേ. കേട്ടോ മിസ്റ്റർ നായർ? ഞാൻ നായരല്ല, അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴിക്ക്. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്ക്. ഓ, താങ്ക് യു. ഒഴിക്ക്. മോനെ, അച്ചായന്റെ സൽക്കാര നന്നായി. പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? നീ വലിയ മാന്യനാവണ്ട. അച്ചായനും നീ ഒരുപോലെ എനിക്ക്. എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം. അങ്ങനെ കണ്ട എന്താ കുഴപ്പം? ഒച്ച വെക്കല്ലേ, അവിടെ ഇവിടെ ആൾക്കാരുള്ള. ഇവിടെ വേറെ ആൾക്കാരെ? ഇവിടെ അല്ല, അപ്പുറത്തെ ഫ്ലാറ്റില്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗല്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ? പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം.